ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ ഉച്ചയൂണായാലോ? അപ്പോൾ ദാ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അരിയൊക്കെ കഴുകി അടുപ്പയിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു 2-3 ദിവസമായി എന്ന് തോന്നുന്നു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കഴിഞ്ഞ ആഴ്ച ഏകദേശം ഒരാഴ്ചയായി കാണും. കഴിഞ്ഞ ആഴ്ചയിലാണ് കേട്ടോ ലാസ്റ്റ് ലോങ് വീഡിയോ ഇട്ടത്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് നമുക്ക് ഒരു ചെറിയ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളൊക്കെ ആയാലോ എന്ന്. അപ്പോൾ അങ്ങനെ ചോറ് അരി അടുപ്പയിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അരിയൊക്കെ അടുപ്പിലിട്ടതിന് ശേഷം ഞാൻ ഇന്നലെ ചൂരമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് കുറച്ചെടുത്ത് വറുത്തതിന് ശേഷം ബാക്കി ഞാൻ ക്ലീൻ ചെയ്തില്ല കേട്ടോ. ക്ലീൻ ചെയ്യാനുള്ള മടി കാരണം ഫ്രിഡ്ജിനകത്ത് വെച്ചായിരുന്നേ. ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ മീൻ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ. അങ്ങനെയാണ് എല്ലാവരും ഒക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതുപോലെ ഒന്ന് ചെയ്ത് ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. മീൻ കിട്ടുമ്പോൾ വെട്ടാതെ ക്ലീൻ ചെയ്യാതെ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിനകത്ത് വെക്കും കേട്ടോ. എന്നിട്ട് രാവിലെ എടുത്ത് വെട്ടുവേ. അപ്പോൾ അങ്ങനെ ചെറിയ ചൂരമീനാണ് കേട്ടോ. തീരെ ചെറിയ മീഡിയം സൈസ് വലിയ അയലയില്ലേ, അയലയുടെ അത്രയുള്ള ചൂരമീൻ്റെ ചെറുതാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെ ചൂരമീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയൊക്കെ അടുപ്പ് ഒഴിച്ച് കൊടുത്ത് എണ്ണയും ഉലുവയൊക്കെ ഇട്ട് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചൂരമീൻ കറി വയ്ക്കുന്നതിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്റ്റൈലിൽ ഒന്ന് വെക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ സ്റ്റൈലിൽ വെക്കുന്നതാണ് കേട്ടോ, മുരിങ്ങക്കോലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും എല്ലാം സവോളയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചെറുതായി വഴണ്ട് വരുമ്പോഴത്തേക്കിന് നമ്മൾ പാകത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിന്നത് എൻ്റേതായ സ്റ്റൈലിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പം ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി അറിയാവുന്നവരൊന്നും എന്നെ ചീത്തയൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് കേട്ടോ മുരിങ്ങക്കോലൊക്കെ ഇട്ട് തേങ്ങ അരച്ച് മീൻ കറി വയ്ക്കുന്നത്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. വഴണ്ട് വന്നതിന് ശേഷം ഞാൻ പാകത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ പാകത്തിനുള്ള പൊടികളെല്ലാം ചേർത്തതിന് ശേഷം അതെല്ലാം ഒന്ന് പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊന്നും അല്ല ശരിക്കും തിരുവനന്തപുരംകാർ മീൻകറി വെക്കുന്നത്. ഞാനിത് എൻ്റേതായ രീതിയിൽ എൻ്റേതായ സ്റ്റൈലിലാണ് കേട്ടോ മീൻകറി വെക്കുന്നത്. അപ്പം ഏത് രീതിയിൽ മീൻകറി വെച്ചാലും കറി നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കിന് അതിനൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. കറി വെക്കുന്നത് പല ആൾക്കാരും പല രീതിയിലൊക്കെ ആണെങ്കിലും നമ്മൾ കറിയൊക്കെ വെച്ച് വരുമ്പോഴത്തേക്കിന് നല്ലൊരു ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ വെച്ചപ്പോഴും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. സ്വന്തമായിട്ട് വെച്ചിട്ട് ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പൊടികളെല്ലാം മൂത്ത് വന്നതിന് ശേഷം പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീനും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് തക്കാളി ചേർക്കാമല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് തക്കാളിക്കായും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കോട്ടയംകാർ തക്കാളിക്കാന്നൊക്കെ പറയും കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്ക് തക്കാളിക്കാന്നൊക്കെ പറയുമ്പം എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കാറുണ്ട്, എന്താണ് തക്കാളിക്കാന്ന് പറയുന്നതെന്ന് ചോദിച്ച്. അപ്പോൾ അങ്ങനെ തക്കാളിക്കായും ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ ഒരു മുരിങ്ങക്കോലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു മുരിങ്ങക്കോൽ ചെറുതാക്കി കട്ട് ചെയ്ത് അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചൂര കുഞ്ഞുങ്ങളെയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മീൻകുട്ടന്മാരെ ഇട്ട് കൊടുത്തതിന് ശേഷം പതുക്കെ അതെല്ലാം ഒന്ന് മുളക് പൊടിയെല്ലാം അതിലൊന്ന് കുത്തി ഇളക്കി വെച്ചേ. അപ്പോൾ ഈ ചൂരമീൻ ഇങ്ങനെ കുത്തി നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് ഇളക്കിയാലും അതിങ്ങനെ പൊടിഞ്ഞു പോകത്തില്ലല്ലോ. ചൂരമീൻ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം സാധാരണ മീൻകറിക്ക് ഈ മീൻകറിക്ക് തേങ്ങ അരച്ച് മുരിങ്ങക്കോലൊക്കെ ഇട്ട് വെക്കുമ്പോൾ വാളംപുളി ആയിരിക്കും ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്കതിൻ്റെ ടേസ്റ്റ് വലിയ കാര്യമായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുടംപുളി തന്നെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയും കൂടെ അരച്ച് ചേർക്കണമല്ലോ നമ്മുടെ കറിക്ക്. അപ്പോൾ തേങ്ങ ഒക്കെ ചിരണ്ടി എടുത്ത് ഞാൻ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണെങ്കിലും നമുക്ക് കറി കൂട്ടാം കേട്ടോ. നമ്മുടെ മുളക് പൊടിയൊക്കെ ഇട്ടുള്ള മുളക് ചാറ് കറിയും കൂടെ ആയിട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നല്ല തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് മിക്സ് കഴുകി കുറച്ച് വെള്ളം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ.
അപ്പോൾ ദാ അങ്ങനെ പാകത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മുടെ കറി ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി എടുക്കുകയാണേ. അപ്പം എന്താണ് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, കുത്തി ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ചൂരമീൻ അങ്ങനെ പൊടിഞ്ഞു പോകത്തൊന്നുമില്ല. അതിങ്ങനെ വെന്ത് വരുന്തോറും അതിങ്ങനെ ഉറക്കിയല്ലേ, നല്ല കട്ടിയാവത്തില്ല, അതുപോലെയല്ലേ ചൂരമീൻ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദാ പതുക്കെ ഒന്ന് കുത്തി ഇളക്കി കേട്ടോ. പിന്നെ ഇതാ പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി, ഉപ്പൊന്നും കുഴപ്പമില്ല, ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ അരച്ചതൊക്കെ ചേർത്ത് നമ്മുടെ കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ പാവയ്ക്കാണ് കേട്ടോ അടുത്ത നമ്മുടെ കറി എന്ന് പറയുന്നത്. പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പാവയ്ക്ക എനിക്ക് ഇഷ്ടമില്ല കേട്ടോ, ഭയങ്കര കയ്പുള്ള നല്ല പച്ച കളറിലിരിക്കുന്ന പാവയ്ക്കയില്ലേ, നമ്മുടെ നാടൻ പാവയ്ക്ക അല്ല കേട്ടോ ഇത്. അപ്പം ഈ പാവയ്ക്ക ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്കെന്തോ ഈ പാവയ്ക്ക വലിയ ഇഷ്ടമില്ല കേട്ടോ. തോരൻ വെച്ചാലും പിന്നെ തീയലൊക്കെ വെച്ചാലും ഞാൻ ഈ പാവയ്ക്ക കൂട്ടും കേട്ടോ. അപ്പം ഞാനിന്ന് വിചാരിച്ച് മെഴുക്കുവരട്ടി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇതാ പാവയ്ക്ക ഇതുപോലെ മെഴുക്കുവരട്ടിക്ക് ഞാൻ അരിഞ്ഞെടുക്കുവാണേ. അപ്പം ഇങ്ങനെ ഈ പാവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എനിക്കങ്ങനെ ഈ പാവയ്ക്ക ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഈ പാവയ്ക്ക അധികം കഴിക്കാറില്ല. ഇവിടെ ഹസ്ബൻഡ് ആയിരിക്കും കേട്ടോ ഈ പാവയ്ക്ക കൂടുതൽ കഴിക്കുന്നത്. അങ്ങനെ ഇതാ പാവയ്ക്കയെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മീൻകറിയൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് ഉപ്പും മുളകും എല്ലാം പിടിച്ച് നല്ല ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഞാൻ പച്ച വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചില്ലേ. പിന്നെ എന്നിട്ട് ഇതാ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക നമുക്ക് മെഴുക്കുവരട്ടിയും കൂടെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഈ രീതിയിൽ പാവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ചിലപ്പം പാവയ്ക്ക മെഴുക്കുവരട്ടി വെക്കുമ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ പാവയ്ക്കയ്ക്ക് തേങ്ങാക്കൊത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ദാ എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. പിന്നെ ദാ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഈ രീതിയിലാണ് പാവയ്ക്ക മെഴുക്കുവരട്ടി വെക്കുന്നത്. അപ്പം ഇങ്ങനെ വെക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് വെക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാടൻ പാവയ്ക്കാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ പാവയ്ക്കയ്ക്ക് ഒരു ചെറിയ കയ്പൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു കയ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ എന്നാലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ സവാളയൊക്കെ ഇട്ട് പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് നന്നായിട്ട് സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കിന് പിന്നെ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണേ. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമ്മളൊരു ലേശം വെള്ളം ഒഴിക്കും കേട്ടോ. വെള്ളം ഒഴിക്കാതെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാവേ. അപ്പം ഞാൻ കുറച്ചൊന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ലേശം വെള്ളം ഒഴിച്ച് എന്നിട്ടാണ് കേട്ടോ ഞാൻ പാവയ്ക്ക മെഴുക്കുവരട്ടി വയ്ക്കുന്നത്. അപ്പോൾ ഇതാ ഉപ്പുമൊക്കെ ചേർത്ത് ഒരു ലേശം വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണേ. അപ്പം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുവാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം തീരാറൊക്കെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് വിചാരിച്ചത് ഫ്രിഡ്ജിനകത്ത് ഇന്നലെ ഞാൻ മീൻ വറുക്കാൻ എടുത്തെന്ന് പറഞ്ഞില്ലായിരുന്നോ, അപ്പോൾ ആ മീൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, ബാലൻസ്. അപ്പോൾ അത് വന്നാൽ വറുത്തെടുത്തേക്കാലോ എന്ന് വിചാരിച്ച് അങ്ങനെ മീനും കൂടി അങ്ങ് വറുത്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മീൻ വറുത്തതും റെഡിയായി, പാവയ്ക്ക മെഴുക്കുവരട്ടിയും റെഡിയായി, നമ്മുടെ ചൂരമീൻ തേങ്ങ അരച്ച് മുരിങ്ങക്കോലൊക്കെ ഇട്ട് വെച്ചതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ പാവയ്ക്കയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.